പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷൻ്റെ അതിപ്രധാനമായ ദിവസമാണ്. ഈ ഒരു ദിവസം കർത്താവ് ഇവിടെ വളരെ പ്രകടമായ വിധം തൻ്റെ പ്രിയപ്പെട്ട എളിയ മക്കളുടെ കണ്ണുനീരിൽ ഇടപെടുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരും വീടുകളിൽ ഇരുന്ന് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നവരുമായ എല്ലാ ദൈവമക്കളും ഇന്ന് ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ കർത്താവ് തരാൻ പോകുന്നത് സ്വീകരിക്കാൻ ദൈവാത്മാവ് ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, തുടർന്നുള്ള മണിക്കൂറിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കോപത്തെ എങ്ങനെ നാം അഭിമുഖീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ നിസ്സാര പാർട്ടികളല്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടിരുന്നാലും ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പം സംഗതി തവിട് പൊടിയാക്കി കഴിയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വീട്ടിൽ ചെന്നാൽ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് മക്കളോട് കോപിക്കുന്നു. മക്കളുടെ വലിയൊരു പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നു. ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാത്ത അവസ്ഥ ചില മക്കൾക്കുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. ഭർത്താവിന് ചില സമയത്ത് ദേഷ്യം വന്നാൽ പിന്നെ ഇടം വല നോട്ടമില്ല, തവിട് പൊടിയാക്കല്ല. ഭാര്യയ്ക്ക് നോട്ടം വന്നാൽ പിന്നെ യാതൊരു രക്ഷയില്ല, പിന്നെ ഒന്നും പറയണില്ല. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളെല്ലാവരും തന്നെ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും ചിലപ്പോൾ കോപം വരും. ഇപ്പം തന്നെ എനിക്ക് കോപം വന്ന് ഞാൻ അതിനെ കണ്ടമാനെന്ന് ശാസിച്ച് നിൽക്കുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കോപം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കോപത്തെ നമ്മുടെ ജീവിതത്തിൽ മാനേജ് ചെയ്യാൻ പഠിക്കണം. കോപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ റൂട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഉള്ള അനുഗ്രഹം നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അത് കോപത്തെ നമ്മൾ ന്യായീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ കോപം വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ ആരും പരിപൂർണരല്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനം കൂടുന്നത്? നമ്മൾ ധ്യാനം കൂടുന്നത് നമ്മുടെ ജീവിതത്തെ ഒരവസ്ഥയിൽ നിന്ന് അടുത്തൊരവസ്ഥയിലേക്ക് കുറച്ചും കൂടെ ദൈവത്തിന് പ്രിയങ്കരമായൊരവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ന്യായമായും നിശ്ചയമായും നമ്മൾ വളരെയധികം 90% ആളുകളും വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു മേഖലയാണ്. ഓരോ ദിവസവും ഓരോ സാഹചര്യത്തിൽ കോപം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കും. എന്തായാലും പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം, പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം എന്താ പറയണത്? കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. അങ്ങനത്തെ ഒരു മാരക പ്രശ്നമാണത്. കോപം നമ്മുടെ കുടുംബങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. കോപം ഓരോരുത്തരെയും, ആര് കോപിച്ചാലും, അപ്പൻ കോപിച്ചാൽ അപ്പനെ നാശത്തിൻ്റെ പടുകുഴിയിൽ അതെത്തിക്കും. അമ്മ കോപിച്ചാൽ അമ്മയെ, മക്കൾ കോപിച്ചാൽ മക്കൾ. ആരാണ് കോപിക്കുന്നത്? ആർക്കും ഇതിനകത്ത് ന്യായീകരണമില്ല. കോപത്തിന് ന്യായീകരണം ഇല്ല. വായിച്ചു നോക്കിയേ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച എത്രയാ? പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. അനീതിയായ കോപത്തിന് ന്യായീകരണം ഇല്ല. അനീതിയായ കോപത്തിന് ന്യായീകരണം ഇല്ലെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നീതിയായ കോപത്തിന് ന്യായീകരണം ഉണ്ടെന്ന്. നീതിയായ കോപത്തെക്കുറിച്ച് എന്താ വചനം പഠിപ്പിക്കണമെന്നറിയോ? ഏതു തരത്തിലുള്ള കോപമാണെങ്കിലും കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന്, ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. യാക്കോബ് ലേഖനം 1-ാം അധ്യായം അതിൽ 20-ാമത്തെ തിരുലിഖിതം, യാക്കോബ് 1:20 എന്താ പറയണത്? യാക്കോബ് 1:20 മനുഷ്യൻ്റെ കോപം നീതിയായ കോപമായാലും അനീതിയായ കോപമായാലും, ചെറിയ കോപമാണെങ്കിലും വലിയ കോപമാണെങ്കിലും, ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോപമാണെങ്കിലും സ്ഥിരം വരുന്ന കോപമാണെങ്കിലും, രാവിലെയുള്ള കോപമാണെങ്കിലും വൈകിട്ടുള്ള കോപമാണെങ്കിലും, മക്കളോട് കോപിച്ചാലും അയൽക്കാരോട് കോപിച്ചാലും, മനുഷ്യൻ്റെ കോപം ദൈവ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നില്ല. ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ഞാൻ കോപിച്ചാലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ പലതവണ കോപിച്ചിട്ടുണ്ട്. അവരെല്ലാം എൻ്റെ ചുറ്റിനും പിരിക്കുന്നുണ്ട്. അവരെ നടുവിൽ നിന്നിട്ടാണ് ഞാനീ പ്രസംഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ഞാൻ കോപിക്കുന്നു എന്ന് വിചാരിച്ച് എനിക്ക് കോപത്തെ ന്യായീകരിക്കാൻ യാതൊരു റീസണും ഞാൻ കാണുന്നില്ല. ആരായാലും എന്തു ചെയ്യണം? അവരവരുടെ ജീവിതത്തിൽ ദൈവവചനത്തിനും ദൈവത്തിനും നിരക്കാത്ത എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സ് വെച്ച് വിശുദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ വേറെ ദൈവത്തിൻ്റെ ഒരു വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുകയാണ് നല്ലത്. സ്വയം പ്രഹരിക്കുന്നവരെ ശിക്ഷിക്കുന്നതിൽ നിന്ന് ദൈവം പിന്തിരിയും. സ്വയം ശിക്ഷിക്കുന്നവനെ ശിക്ഷിക്കുന്നതിൽ നിന്ന് ദൈവം പിന്തിരിയും. അതുകൊണ്ട് അവനവൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചാൽ വളരെ നല്ലത്. നമ്മളെ തന്നെ എളിമപ്പെടുത്തുക, അത് തന്നെ വഴിയുള്ളൂ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 28 തൊട്ട് 30 വരെ വാക്യങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 28 തൊട്ട് 30 വരെ വാക്യങ്ങൾ. നിങ്ങൾ ഇവിടുന്ന് കോപിച്ച് നല്ല പവറായിട്ട് അങ്ങനെ നല്ല ഉഷാറായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പം എന്താണ്? പ്രതികാരം സിംഹത്തെ പോലെ വഴിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വേഷമായി നിങ്ങളിവിടെ കോപിച്ചങ്ങോട്ട് പോവുക. എന്താ പറയണത്? ഒരു വാക്കുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അല്ലേ? അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരുന്ന മറ്റൊരു ആള് അവിടെ ഒരു ദുഷ്ടൻ ഉയർത്തെഴുന്നേറ്റ് വരും. നിങ്ങളുടെ കീഴ് ജീവനക്കാരോട് ഒരു ദുഷ്ടത കാണിച്ചാൽ നിങ്ങളോട് അതിൻ്റെ 10 ഇരട്ടി ദുഷ്ടത കാണിക്കാൻ കഴിവുള്ള മറ്റൊരു ദുഷ്ടൻ അവിടെ ഉയർന്നു വരും എന്നാണ്. പ്രതികാരം സിംഹത്തെ പോലെ വഴിയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അഹങ്കാരിയിൽ നിന്ന് ദൂഷണവും പരിഹാസവും പുറപ്പെടുന്നത്. കരുത്തുള്ളവർക്കാണ് കോപം ഉണ്ടാകുന്നത്. അതാണ്, കരുത്തുള്ളവർക്കാണ് കോപം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. കരുത്തിനൊത്ത് കോപം എന്നാണ് പറയുന്നത്. കരുത്തിനൊത്ത് കോപം എന്നാണ് പറയുന്നത്. കരുത്തുള്ളവർക്കാണ് കോപം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അങ്ങനെ കോപം വന്നു എന്ന് വിചാരിക്കുക. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി കാത്തിരിക്കുന്നു. അവൻ പൂച്ചയുടെ മുമ്പിൽ നിന്ന് സിംഹത്തിന് മുമ്പിലേക്ക് പോണ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കിണിയിൽ കൊടുക്കും. മരണത്തിന് മുമ്പ് വേദന അവനെ വീഴും. അതിനുശേഷം വായിച്ചു നോക്കിക്കേ, കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അത് എപ്പോഴും ചിലരുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആരുടെ കൂടെയാണത്? അത് എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട് എന്നാണ് പറയണത്. ഇപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഞാനൊരു ദുഷ്ടനാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോപിക്കുന്നുണ്ടല്ലോ, ഞാനൊരു ദുഷ്ടനാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളൊരു ദുഷ്ടനാണെന്ന് തന്നെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ ബൈബിള് പറപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്ത്? കോപം എപ്പോഴും ദുഷ്ടൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നിഴല് സഞ്ചരിക്കണ മാതിരിയാണ് ഈ കോപം. ഇങ്ങനെ അനുതാപനം ചെയ്യാണ്, ഇങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വാക്യം. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. കരുത്ത് കുറഞ്ഞാൽ കോപം കുറയും. നിങ്ങൾ അല്ലേ, കരുത്ത് കുറഞ്ഞാൽ കോപം കുറയും. അത് വേറൊരു കാര്യമാണ്. വിറകിനൊത്ത് തീ ആളുന്നു, ദുശാഠ്യത്തിനൊത്ത് കലഹം. കോപം കരുത്തിനൊത്ത് കോപം. കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവനുസരിച്ചല്ല കോപവും ക്രോധവും ഉണ്ടാകുന്നത്. കരുത്തിനൊത്ത് ക്രോധം അഹങ്കാരമാണ്. കരുത്തിനൊത്ത് ക്രോധം, ധനത്തിനൊത്ത് ക്രോധം. അത് രണ്ടും അങ്ങ് എടുത്തു മാറ്റിയാൽ പിന്നെ കോപവുമില്ല ക്രോധവുമില്ല. നമ്മളിങ്ങനെ അല്ല സുഖമായിട്ടിരുന്നോളും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊച്ചമ്മ ചവിട്ടി നടക്കണ കൊച്ചമ്മയെന്ന് വിചാരിക്കുക.
അതിന് ക്യാൻസർ വന്ന് അതിൻ്റെ അസ്ഥിയും പോയി, പല്ലും കൊഴിഞ്ഞ്, കീമോതെറാപ്പി ചെയ്ത് മുടിയും പോയി. അതിൻ്റെ അഹങ്കാരം എല്ലാം ഓരോന്നോരോന്ന്. മുടിയൊരു അഹങ്കാരമാണ്, പല്ലൊരു അഹങ്കാരമാണ് അല്ലേ? ആ പല്ലും മുടിയും പോയി, ക്യാൻസറും വന്ന് നൈറ്റി ഇട്ട് നടക്കുന്ന സ്ഥിതിയാണെങ്കിൽ പിന്നെ പണ്ടത്തെ പോലെ ചവിട്ടിയലാം. അപ്പോൾ കോപം വരാതിരിക്കാനുള്ള ചവിട്ടി നടപ്പുണ്ടല്ലോ, അതൊക്കെ കുറയും. ഒരൊറ്റ ആഴ്ച മതി നമ്മളെ നൈറ്റിയിലാക്കി മാറ്റാൻ. ഒരു മുഴ, എന്തായത്, എനിക്ക് മുഴയാ, ഞാൻ പറഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു സംശയമുണ്ട്, ഒരു സാധനത്തിന് വിടണമെന്ന് പറഞ്ഞു. സാധനത്തിന് വിട്ട് പറഞ്ഞത് 4th സ്റ്റേജാണ് സഹോദരി, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായി? പെട്ടെന്ന് അവസ്ഥകൾ മാറി, ആൾ ഡൗണായി, ഭക്ഷണം കഴിക്കാതായി. അപ്പോൾ കീമോതെറാപ്പിക്ക് പോയി, മുടിയെല്ലാം പോയി, അപ്പോഴേക്കും ഡൗണായി. അപ്പോഴത്തേന് വെള്ളം കുടിക്കാതെയായി, ഭക്ഷണം ഇറങ്ങാതെയായി, നൈറ്റിയിലായി. ഇപ്പം പണ്ടത്തെ പോലെ കോപം വരുന്നില്ല, ഇപ്പം പണ്ടത്തെ പോലെ അഹങ്കാരം വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട, അതാണ് പറയണത്, ഞാൻ അവൻ്റെ വില്ലിൻ്റെ ഞാൻ അഴിക്കും, വില്ല് ലൂസാക്കും. വില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നല്ല ടെമ്പറുള്ളതാണ്. അസ്ത്രം തൊടുക്കണ പോലെയാണ്. അസ്ത്രം തൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അമ്പും വില്ലിൻ്റെ മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പും വില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്ക് ആരോ എന്ന് പറയാം, പക്ഷേ അതിൻ്റെ സാധനമുണ്ടല്ലോ, ആരോ വിടുന്ന സാധനമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ടെമ്പറുള്ള സാധനം ഉണ്ടല്ലോ, അതേമാതിരിയാണ് പലരുടെ മനസ്സിരിക്കുന്നത്. ധനമുണ്ട്, ആരോഗ്യമുണ്ട്, പല്ലുമുണ്ട്, മുടിയുണ്ട്. പക്ഷേ ഇതങ്ങനെ ലൂസാക്കിയാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ അമ്പ് പോയല, ഒന്നും പോയല, പളുക്കോ എന്ന് പറഞ്ഞ് കിടന്നു. അപ്പോൾ പറയൂ, എന്തോ ഒരു നല്ല ചേടതി, പാവം ചേടതിയുടെ, ആര് പറഞ്ഞാലും കേൾക്കും, അതുപോലെയാവും. പ്രൈസ് ദി ലോർഡ്. സ്ട്രെച്ചറെ കിടക്കാൻ പറഞ്ഞാൽ അവിടെ കിടന്നോളും. പണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കുകയല്ല, എന്നെ അങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അമ്പും വില്ലൊന്ന് അഴിച്ചു വിടാനായിട്ട് ദൈവത്തിന് പറ്റും അല്ലേ? അതാണ് പറയുന്നത്, അവൻ്റെ വില്ല് ഞാൻ ലൂസാക്കും എന്ന് പറയണത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. എന്ത്? നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം എന്നാ ചോദിക്കുക. എത്ര ധനവാനായിക്കോട്ടെ, എത്ര കരുത്തരായിക്കോട്ടെ, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? യോനായുടെ പുസ്തകം 4 അധ്യായം 4. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉറക്കെ പറയണം, നല്ലതാണ്. നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? എല്ലാം ദൈവത്തിന് ഔദാര്യമായിട്ട് സ്വീകരിച്ച് കടം വെച്ച് നടക്കണവരാണ് നമ്മൾ. ഏത് സെക്കൻഡിലും ദൈവത്തിന് അതൊക്കെ തിരിച്ചെടുക്കാം അല്ലേ? ദൈവത്തിന് തിരിച്ചെടുക്കാം. ജാമ്യം റദ്ദാക്കാം. ജാമ്യം റദ്ദാക്കിയാൽ നമ്മൾ പെട്ടു. ഇപ്പം നമ്മളെ ലൂസാക്കി വിട്ടിരിക്കുകയാണ്, പുറത്തുകൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഏത് സമയത്തും ജാമ്യം റദ്ദാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? തടവറയിലെത്തും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോനായുടെ പുസ്തകം 4 അധ്യായം 4 വാക്യം എല്ലാവരും അങ്ങനെ കാണാതെ പഠിക്കുക. എന്നിട്ട് ഉറക്കെ അങ്ങോട്ട് എപ്പോഴും പറയുക. അവനവൻ്റെ ചെവി കേൾക്കണ പോലെ പറയണം, മറ്റുള്ളവരോട് ഇത് പറയണ്ട, അവനവനോട് പറയാൻ വേണ്ടിയുള്ള വചനമാണ്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? ഇത് എപ്പോൾ കോപം വന്നാലും ഉറക്കെ അങ്ങ് പറയണം, പ്രഖ്യാപിക്കണം. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? അത് 2-3 തവണ ഉറക്കെ പറഞ്ഞാൽ പിന്നെ കോപം സബ്സൈഡാവും, പിന്നെ കോപം അധികം വരില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഇതനുസരിച്ച് ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ആത്മീയമായി വളരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവം ഉയർത്തുന്നില്ല. ദൈവം ഉയർത്താത്തതിൻ്റെ അതിപ്രധാനമായ ഒരു കാരണം എളിമയല്ല, കോപമാണ് നമ്മുടെ സ്വഭാവത്തിൽ വർദ്ധിച്ചു വരുന്നത്. എളിമയല്ല, ധാർഷ്ട്യവും അഹങ്കാരവും കോപവുമാണ് നമ്മുടെ കുടുംബത്തിൽ വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിൽ ഭരണം നടത്തുന്നത് എളിമയല്ല, ധാർഷ്ട്യവും അഹങ്കാരവും അടിച്ചമർത്തലും കോപവുമാണ്. അതുകൊണ്ട് നമുക്ക് വളരാൻ പറ്റുന്നില്ല, ദൈവത്തിന് നമ്മെ വളർത്താൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വർഷിച്ചാലും അത് അപ്പുറത്തെ തോട്ടിലേക്ക് പോകും. നമ്മുടെ വീട്ടിലേക്ക് കയറുന്നില്ല, അത് കടലിൽ പോയി വീഴുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്കാണ് അയച്ചത്, പക്ഷെ പോയി വീഴുന്നത് കടലിലാണ്. കാരണം എന്താ?
നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ ഈ അനുഗ്രഹമൊന്നും വരാതിരിക്കാൻ വേണ്ടി അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വലിയ തരത്തിലുള്ള അടിച്ചമർത്തലിൻ്റെയും വലിയ തരത്തിലുള്ള കോപത്തിൻ്റെയും ഒരു ഷീൽഡ് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ചേട്ടൻ്റെ വീട്ടിലൊരു ആവശ്യം വന്നു. മകൻ്റെ കല്യാണം നടക്കണില്ല. ചേട്ടൻ എളിമയും വലിയ തരത്തിലുള്ള ഹൃദയത്തുറവിയോടെയും പറഞ്ഞു, എനിക്ക് ഈ നിൽക്കുന്ന മനുഷ്യരുടെ യോഗ്യതയൊന്നും എനിക്കില്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നിസ്സാരനും ഉള്ളവരുടെ കഴിവുകൾ വെച്ച് കുറഞ്ഞ കഴിവുള്ളവനുമാണ് ഞാൻ. എനിക്ക് സ്വന്തം യാത്ര ചെയ്ത് അട്ടപ്പാടി പോകാൻ പോലുമുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് കർത്താവെ, ഇവിടെയുള്ളവരുടെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ ഒന്നും കൂടെ വിശുദ്ധീകരിച്ചിട്ട് ഇവിടെയുള്ള നല്ല മനുഷ്യർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹം എനിക്ക് വേണം. എനിക്ക് വേണ്ട അനുഗ്രഹം എൻ്റെ മകൻ്റെ കല്യാണം നടക്കുകയാണ് എന്ന് എളിമയോടത് പറഞ്ഞു. അച്ചട്ടായിട്ട് അത് അങ്ങോട്ട് നടന്നു. അതാണ് എളിമയുണ്ടെങ്കിലുള്ള ഗുണം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 147 അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, സങ്കീർത്തനം 147:6. നമ്മളെ ദൈവത്തിന് ഉയർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ അഹങ്കാരവും ക്രോധവും കോപവും, കരുത്തിനൊത്ത് ക്രോധം, ധനത്തിനൊത്ത് ക്രോധം, അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ ഉയർത്താൻ പറ്റുന്നില്ല. സങ്കീർത്തനം 147:6-7 വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. ഇതാണ് വചനം. കർത്താവ് എളിയവരെ ഉയർത്തുന്നു. കർത്താവ് എളിയവരെ ഉയർത്തുന്നു. സങ്കീർത്തനം 147:6. കർത്താവ് എളിയവരെ ഉയർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഉയർത്താൻ പറ്റാത്തത് എന്താ? നമുക്ക് എളിമയല്ല, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഇരിക്കുന്നത് ക്രോധവും കോപവും അടിച്ചമർത്തലും ഒരു പ്രത്യേക തരത്തിലുള്ള ഏകാധിപത്യ സ്വഭാവവുമാണ്. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ ഉയർത്താൻ പറ്റുന്നില്ല. കർത്താവ് എളിയവരെ ഉയർത്തുന്നു. കർത്താവ് ഉയർത്താൻ വന്ന് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഉയർത്താൻ കർത്താവിന് സാധിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ എളിമയില്ലായ്മ, അതായത് നമ്മുടെ അഹങ്കാരത്തിനൊത്ത് ക്രോധം ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ന്യായമായും ഞാൻ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയമുണ്ട്. ന്യായമായി നിങ്ങൾക്ക് ചോദിക്കാനൊരു വിഷയമുണ്ട്. എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, ഞാനൊരു ടീച്ചറാണ്, കുട്ടികളോട് കോപിക്കണ്ടേ? കുട്ടികളെ നിലക്കിരുത്തണ്ടേ? അവരെ നല്ല 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 വിധത്തിൽ അവരെ ശാസിച്ചാലേ അവർ നിലക്കിരുത്താൻ പറ്റുള്ളൂ. മക്കളോട് കോപിക്കണ്ടേ? മക്കളോട് കോപിച്ചില്ലെങ്കിൽ അവരെ ഒരു നല്ല വഴിക്ക് നടത്താൻ പറ്റും? എല്ലാം കയറൂരെങ്കിൽ വിട്ടാൽ മതിയോ? അവരുടെ തോന്നിയാസനങ്ങൾ വിട്ടാൽ മതിയോ? ഒരു ധ്യാനകേന്ദ്ര ഡയറക്ടറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ധ്യാന ടീമിൻ്റെ ലീഡറാണെങ്കിൽ ധ്യാന ടീമിൻ്റെ കൂടെയുള്ളവരോട് കോപിക്കണ്ടേ? അവരെ ഓരോന്ന് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ ആൾ വേണ്ടേ? ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ടീമിൻ്റെ ലീഡറാണ്, ന്യായമായും കോപിക്കണം എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള പല മാതാപിതാക്കന്മാരും ചിന്തിക്കുന്നത്. കുട്ടികളോട് കോപിക്കണ്ടേ? ടീച്ചർമാരങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. നല്ല ടീച്ചർമാരുണ്ട്, നല്ല സിസ്റ്റർമാരുണ്ട്, അവരെക്കുറിച്ചല്ല ഞാനീ പറയണത്. സാധാരണ എന്നെപ്പോലെയുള്ള ആളുകളുണ്ട്. സാധാരണക്കാരോടാണ് വചനം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ വിശുദ്ധന്മാരുണ്ട്. അവർ കൂടുതൽ വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടി കൂടുതൽ കൃപ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ തിരുത്തണോ വേണ്ടയോ? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇതാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ട വിഷയം. ഒരു തെറ്റ് കണ്ടാൽ ശാസിക്കണ്ടേ, വഴക്ക് പറയണ്ടേ, തിരുത്തണ്ടേ, ദേഷ്യപ്പെടണ്ടേ, ഇങ്ങനെ വിട്ടാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയണത് ഇങ്ങനെയാണ്. അൽഫോൻസ് ലിഗോരി പുണ്യവാൻ എന്ന് പറഞ്ഞാൽ നല്ല ജ്ഞാനവും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഉണ്ടായിരുന്ന പുണ്യവാനാണ് അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ. അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ പറയുകയാണ്, തെറ്റ് തിരുത്താൻ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ന്യായമായ രൂക്ഷതയോടെ ഒരാളെ തിരുത്തരുതെന്നോ മറ്റൊരാളുടെ ഇഷ്ടമില്ലായ്മ ഒഴിവാക്കാൻ തിരുത്തുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നോ അങ്ങനെ ശാസന, ഉപദേശം, താക്കീത്, മുന്നറിയിപ്പ് എന്നിവ കൊടുക്കാതെ ചെയ്യാതെ ഒരാളോട് കരുണ കാണിക്കണമെന്നോ അല്ല ശാന്തശീലത എന്നത് അർത്ഥമാക്കുന്നത്. ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോ എന്ന് പറയുമ്പോൾ എന്ത് കണ്ടാലും മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശാന്തശീലനും വിനീതനുമായ ഒരു അപ്പൻ, ശാന്തശീലനും വിനീതനുമായ ഒരമ്മ, വിനീതയുമായ ഒരമ്മ,
ശാന്തശീലനും വിനീതയുമായൊരു ടീച്ചർ, ഒരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്ത് കണ്ടാലും മിണ്ടാതെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല എന്നാണ് അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ പരിശുദ്ധാത്മ ജ്ഞാനത്തിൽ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. തെറ്റ് തിരുത്തൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ന്യായമായ രൂക്ഷതയോടെ ഒരാളെ തിരുത്തരുതെന്നോ മറ്റൊരാളുടെ ഇഷ്ടമില്ലായ്മ ഒഴിവാക്കാൻ. വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ തിരിച്ചിങ്ങോട്ട് വരണത് മുള്ളമ്പന്നിയുടെ മുള്ളു കൊള്ളുന്ന പോലുള്ള ഓരോരോ സംഗതികൾ ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഓക്കെ അച്ഛാ എന്ന് പറയും. അപ്പുറത്ത് പോയിരുന്നാണ് ഈ മുള്ളു കുടയുള്ളൂ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നേരിട്ട് കാണുമ്പോൾ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയും. അപ്പുറത്ത് മറവിൽ മാറി നിന്നിട്ട് ഏതൊക്കെ തരത്തിലുള്ള മുള്ളുകളാണ് കുടഞ്ഞു വിടണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരെ കുറിച്ചല്ല, സാധാരണ പൊതുജനത്തിൻ്റെ ഇടയിലുള്ള ജീവിത രീതികളെക്കുറിച്ചാണ് ഞാൻ പൊതുവായിട്ട് പ്രതിപാദിക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, സ്കൂളിലും അങ്ങനെ തന്നെയാണ്, കോളേജിലും അങ്ങനെ തന്നെയാണ്. മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശാന്തശീലത, വിനീത ഹൃദയം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ എന്ത് കണ്ടാലും മൂകസാക്ഷിയായി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല എന്നാണ് അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ പറയണത്. ഒന്നിങ്ങനെ വായിച്ചു നോക്കിയേ. തെറ്റ് തിരുത്താൻ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ന്യായമായ രൂക്ഷതയോടെ ഒരാളെ ശകാരിക്കരുതെന്നോ തെറ്റ് തിരുത്തരുതെന്നോ മറ്റൊരാളുടെ ഇഷ്ടമില്ലായ്മ ഒഴിവാക്കാൻ തെറ്റ് തിരുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നോ അങ്ങനെ ശാസന, ഉപദേശം, താക്കീത് ഇവ ഒഴിവാക്കണമെന്നല്ല ശാന്തശീലത എന്നത് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തിരുത്തലിന് മുതിരുന്നില്ലെങ്കിൽ, തെറ്റ് തിരുത്തുന്നത് ഒഴിവാക്കുന്നെങ്കിൽ അത് പുണ്യമല്ല, മറിച്ച് ശിക്ഷാർഹമായതും വെറുക്കത്തക്കതുമായ ഒരു ഉപേക്ഷയാണത്. ഉപേക്ഷ എന്ന പാപത്തിലാണ് അപ്പോൾ നമ്മൾ നിബന്ധിക്കുന്നത്. ഉപേക്ഷ എന്ന അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ തെറ്റ് തിരുത്തലിന് മുതിരുന്നില്ലെങ്കിൽ, തെറ്റ് തിരുത്തുന്നത് ഒഴിവാക്കുന്നെങ്കിൽ അത് ശാന്തശീലതയല്ല, അത് എളിമയെന്ന പുണ്യമല്ല, അത് ദൈവത്തിന് മുമ്പിൽ ഒരു സുഹൃതമല്ല, മറിച്ച് ശിക്ഷാർഹമായതും വെറുക്കത്തക്കതുമായ ഒരു ഉപേക്ഷയാണ്. പ്രവാചകൻ താക്കീത് ചെയ്യുന്നു, മാരകമായ ഗാഠനിദ്രയിൽ സമാധാനത്തോടെ പാപികൾ ഉറങ്ങുന്നതിന് തലയണകൾ എത്തിച്ചു കൊടുക്കുന്നവർക്ക് ദുരിതം. ഓരോരുത്തരും അവരവരുടെ പാപത്തിൽ സമാധാനത്തെ ഉറങ്ങാൻ വേണ്ടി തലയണ കൊണ്ട് കൊടുക്കുന്നവർക്ക് ദുരിതം എന്നാണ് പറയണത്. ഏലി പുരോഹിതന് 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കള് ദുർമാർഗത്തിൽ നീളുമ്പം ഏലി പുരോഹിത ശാന്തശീലനും വിനീത ഹൃദയനും ശാന്തശീലനും വിനീത ഹൃദയനുമായി ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം ഒരക്ഷരം കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. മക്കൾ ദുർമാർഗത്തിൽ വ്യാപരിച്ചു. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഏലി പുരോഹിതനോട് ചോദിക്കുകയാണ്, നീ എന്നേക്കാൾ കൂടുതലായി നിന്റെ മക്കളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ഒരാൾക്കും വാർദ്ധക്യത്തിലെത്താൻ ഇടയാകാത്ത വിധം നിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന, നിന്റെ വില്ല് അഴിച്ചുവിടുന്ന സമയങ്ങൾ ആഗതമായെന്നാണ് പറയണത്. മക്കളെ ശാസിക്കാത്തതിന് ദൈവ ഏലി പുരോഹിതനോടെന്ന് പറഞ്ഞതാ. അത് കുടുംബത്തിൽ അകാല മരണം പോലും ഉണ്ടാകുന്ന നമ്മൾ മനസ്സിലാക്കണത്. ഉപേക്ഷ എന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനായിട്ടൊന്നും മിണ്ടണില്ല. ഇപ്പോഴത്തെ നിയമമൊക്കെ വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മുള്ളമ്പന്നികളെ പോലെയാണ്. അതുകൊണ്ട് ഒന്നും പ്രശ്നം ഉണ്ടാക്കണ്ട, മിണ്ടാതിരിക്കാം എന്നാണ് നമ്മൾ വിചാരിച്ച് അവരുടെ വെറുപ്പ് മേടിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാം അനുവദിച്ചിങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഉപേക്ഷ എന്ന ഒരു പാപം, ഏലി പുരോഹിതൻ്റെ പാപം നമ്മളുടെ കുടുംബത്തിൽ നടക്കുകയാണ്. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും അതിനെ കുട പിടിക്കരുത്. അതാണ് പറയുന്നത്, പാപികൾ സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി അവർക്ക് പറ്റിയ തലയണ ഉണ്ടാക്കി കൊടുക്കുന്ന മാതാപിതാക്കന്മാർക്ക് ദുരിതം അല്ലേ? വായിച്ചു നോക്കി, അങ്ങനെയല്ലേ? പ്രവാചകൻ താക്കീത് ചെയ്യുന്നു, മാരകമായ ഗാഠനിദ്രയിൽ സമാധാനത്തോടെ പാപികൾ ഉറങ്ങുന്നതിന് തലയണകൾ എത്തിച്ചു കൊടുക്കുന്നവർക്ക് കഷ്ടകാലം എന്ന് പറയണത്. ശാസിക്കണം, തിരുത്തണം, വഴക്ക് പറയണം. ദൈവവചനം അതിന് ആവശ്യപ്പെടുന്നുണ്ട്. 2 തിമോത്തി 4-ാം അധ്യായം 2-ാമത്തെ തിരുലെഴുതാം. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സസ് ഇല്ല, ഒരു വേഴ്സേ ഉള്ളൂ, വേഴ്സ് 2. 2 തിമോത്തി 4-ാം അധ്യായം 2-ാമത്തെ തിരുലിഖിതം എന്താ പറയണത്? പ്രസംഗിക്കുക,
സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രത വർദ്ധിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുന്നതിന് അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. ശാസിക്കുക എന്ന് പറയണത് ശകാരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചിലപ്പോൾ ശാസിക്കേണ്ടി വരും. കാരണം ഒരു കാര്യം പരസ്യമായിട്ട് ഇവിടെ തെറ്റ് നടന്നിട്ട് നമ്മൾ രഹസ്യമായി ശാസിച്ചതുകൊണ്ട് കാര്യമില്ല. പരസ്യമായ തെറ്റിന് പരസ്യമായി ശാസന കൊടുക്കണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശാസന, തെറ്റുതിരുത്തൽ ഇതൊന്നും ചെയ്യാതെ ഓൾ പെർമിസീവ് ആയുള്ള ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുക എന്നുള്ളതല്ല സ്നേഹവും എളിമയും ശാന്തതയും വിനയശീലവുമുള്ള ആത്മാവ് ഭരിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞ് നമ്മൾ രൂപം കൊടുക്കാൻ പോകുന്ന സമൂഹം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, എല്ലാ കൈമുട്ടുകൾക്കും അടിയിൽ തലയണ തുന്നി കൊടുക്കുന്നവർക്ക് ദുരിതം. ഓരോരുത്തർക്കും പറ്റിയ തലയണ തുന്നി കൊടുക്കുക. എല്ലാ കൈമുട്ടുകൾക്കും അടിയിൽ തലയണ തുന്നി കൊടുക്കുന്നവർക്ക് ദുരിതം. ആത്മാക്കളെ പിടിക്കാൻ എല്ലാ പ്രായത്തിലുമുള്ളവർക്കായി തലയണയും മെത്തയും നിർമ്മിക്കുന്നവർക്ക് ദുരിതം. അവൻ തിന്മയിൽ നിന്ന് തിരിച്ചു വന്ന് ജീവിക്കാതിരിക്കാൻ നീ കുബുദ്ധിക്കാരായ ദുഷ്ടരുടെ കൈകൾ ശക്തിപ്പെടുത്തുന്നതിനാൽ നിനക്ക് ദുരിതം എന്നാണ് പറയണത്. കുബുദ്ധിക്കാരോട് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാതെ അത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ എൻകറേജ് ചെയ്ത് പോണേ അങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ ഈ രാത്രി കർത്താവിൻ്റെ ആത്മാവ് നിന്നെ ഇവിടെ വെച്ച് ശാസിക്കുകയാണ്. നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ദൈവത്തെയാണോ മനുഷ്യനെയാണോ? നീ ആരെയാണ് ഭയപ്പെടുന്നത്? ദൈവത്തെയാണോ മനുഷ്യനെയാണോ? ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കോപിക്കുകയെന്ന് വിചാരിക്കരുത്. നിങ്ങളോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് പറയുകയാണ്. എന്നുറക്കെ പറഞ്ഞേ അല്ലെങ്കിൽ നാളെ ന്യായവിധിക്ക് സ്വർഗത്തിൽ നിൽക്കുന്ന സമയത്തെ വളരെയധികം കരച്ചിലും വിലാപവും ഉണ്ടാവും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ ഇതിനെക്കുറിച്ച് പറയാണ്. 371 അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 371 പേജിൽ അതൊക്കെ പറഞ്ഞിങ്ങനെയാണ്. വൈദികരെ കുറിച്ചുള്ളൊരു പുസ്തകമാണ് അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ എഴുതിയിരിക്കുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് എ പ്രീസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ വൈദികർ ജനങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെ മിണ്ടാതിരിക്കണം എന്നുള്ളതല്ല പുണ്യത്തിൻ്റെ ഒരു നിറവുള്ള വൈദികനെ കുറിച്ച് പറയണത്. ദുഷ്ടത നിറഞ്ഞ ഈ കാരുണ്യം, മനുഷ്യരെന്ത് ചെയ്താലും കമാന്ന് അക്ഷരമിണ്ടാതെ എല്ലാത്തിനും തലയണ തുന്നി കൊടുക്കണ ഒരു കുടുംബനാഥ, ദുഷ്ടം നിറഞ്ഞ ഈ കാരുണ്യം, ഈ ഗൗരവമായ ത്യാഗം. എന്താ ത്യാഗം എന്ന് പറഞ്ഞാൽ ഈ ഗൗരവമായ ഉപേക്ഷ എന്ന് വിചാരിച്ചാൽ മതി. ത്യാഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഉപവാസവും ഒക്കെയാണെന്ന് വിചാരിക്കും. അതല്ല, ഈ ഗൗരവമേറിയ ഉപേക്ഷ പരോപകാരമല്ല, ജാഗ്രതയില്ലായ്മയാണ് എന്ന് അഗസ്തീനോസ് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഇത് ദീനദയാലുത്വമോ സൗമ്യതയോ അല്ല, എന്നാൽ അത് അവഗണനയാണ്, ഇഗ്നോർ ചെയ്യാണ്. കൺമുമ്പിൽ പാപം അരങ്ങേറുമ്പോൾ, കൺമുമ്പിൽ തിന്മ അരങ്ങേറുമ്പോൾ, കൺമുമ്പിൽ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ കണ്ണടച്ചിരിക്കുക, ഇഗ്നോർ ചെയ്യുക. ചില കൊക്കിൻ്റെ മുമ്പിൽ കൂടെ ചില കൊക്കിൽ ഒതുങ്ങാത്ത മീൻ പോകുമ്പോൾ കണ്ണടച്ചിരിക്കുന്നു. അതെ, പ്രൈസ് ദി ലോർഡ്. അത് ഇഗ്നോർ ചെയ്യാണ്, അവഗണനയാണ്. അടുത്തത് എന്താ പറയണത്? അവരുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് താക്കീത് നൽകപ്പെടാതെ നിത്യനാശത്തിൻ്റെ അവസ്ഥയിൽ തന്നെ അവരെ നിലനിൽക്കാൻ അനുവദിക്കുന്നത് ഒരു ക്രൂരതയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇവർ നശിക്കും, നമ്മൾ അറിഞ്ഞിട്ട് ഇവരോട് മിണ്ടാതിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇവർ നശിക്കും എന്ന് അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്ന ഇതിൽ വരെ ക്രൂരത ചെയ്യാനുണ്ടോ? എന്നിട്ട് ഞാൻ ചായയും ഇഡ്ഡലിയും കൊടുത്തിട്ട് എന്താ കാര്യം? ഇവർ പോണത് നാശത്തിലേക്കാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്ന ചായ കഴിച്ചു ഇഡ്ഡലി കഴിച്ചത് പറഞ്ഞ് എന്താ? അറവുശാലയിലേക്ക് പോണ പശുവിന് കൊടുക്കുന്ന പുല്ല് പോലെയല്ലേ അത്? അതുകൊണ്ട് മുന്നറിവ്, പ്രായമുള്ളവർക്കും ജീവിതാനുഭവം ഉള്ളവർക്കും മുന്നറിവുണ്ടാവും. അവർ ജീവിതാനുഭവം ഇല്ലാത്തവർക്കും പ്രായം കുറഞ്ഞവർക്കും പറഞ്ഞു കൊടുക്കണം, ശാസിക്കണം, താക്കീത് ചെയ്യണം, മുന്നറിയിപ്പ് കൊടുക്കണം. ഈ മൊബൈലിൽ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ബൈബിൾ വായിക്കാൻ തോന്നാതെയാവും; രണ്ട്, പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റാതെയാവും. ഞാൻ നിങ്ങളോട് പറയാം. അല്ലെങ്കിൽ ഇന്നോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് വീഴരുത്. നിങ്ങൾ മൊബൈൽ ഫോൺ കുറേ ഓവർ യൂസ് ചെയ്താൽ
രണ്ട് കാര്യങ്ങൾ സംഭവിക്കും, ചിലപ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ബൈബിൾ വായിക്കാൻ ഒട്ടും തോന്നാതെയാവും. 2, പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റാതെയാവും. 3, മാതാപിതാക്കന്മാരെ കാണുമ്പോൾ ദേഷ്യം തോന്നാനും തുടങ്ങും ചിലപ്പോൾ. എല്ലാവരും അത് കണ്ടിട്ടില്ല, എന്നാൽ ചിലർക്ക്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള അറിവുള്ളവർ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. മക്കളെ, അങ്ങനെ പോയാൽ ഇത് ദോഷമാണ്. മക്കളെ, നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് തീരെ നന്നല്ലല്ലോ, തീരെ നന്നല്ലാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് എന്നൊക്കെ പറയേണ്ടത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാതിരിക്കുന്നത് അവരുടെ തിന്മയിൽ തന്നെ അവർ തുടരുന്നതിന് വേണ്ടി അവർക്ക് പറ്റിയ തലയണ തുന്നിക്കൊടുക്കുന്ന ആളുകൾക്ക് എന്താ പറയണത്? അവരൊരു ക്രൂരതയാണ് സ്വന്തം മക്കളോട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ കൂടെയുള്ള സെമിനാരിക്കാരോട് ശാസിക്കാതെ തിരുത്താതെ ഓക്കെ 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 എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാം കൂടെ കൂട്ടത്തോടെ നരകത്തിലേക്കാണ് പോണ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അവരോട് ക്രൂരതയാണത് കാണിക്കുന്നത്. അത് മാതാപിതാക്കന്മാരായാലും ടീച്ചേഴ്സ് ആണെങ്കിലും അത് മുന്നറിയിപ്പ് കൊടുക്കണം. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരി സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആളാണ്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയണത്? ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ജെന്യുവിൻ ലവ് ഈസ് ഫ്രറ്റേണൽ കറക്ഷൻ. The greatest expression of genuine love is fraternal correction. Fraternal correction എന്ന് പറഞ്ഞാൽ എന്താ? സഹോദര തുല്യമായ തിരുത്തൽ. കുട്ടികൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ ശാസിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ചെവിക്ക് പിടിക്കുമ്പോൾ, നിങ്ങളെ ശാസിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ജെന്യുവിൻ സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനമാണത്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഏറ്റവും ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുള്ള നിങ്ങളെ പറയാം. ഞാൻ 4 വയസ്സിൽ 5 വയസ്സിലെ മറ്റേ ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പള്ളി പോയ സമയത്ത് എന്നെ എടുത്തോണ്ടാണ് പോയെന്ന് തോന്നുന്നത്. എടുത്തോണ്ടാണ് നടത്തിക്കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, മിക്കവാറും നടത്തിക്കൊണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു പരിശീലനം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഒരു മണിക്കൂർ 2 മണിക്കൂർ നടന്നാലാണ് പള്ളിയിലെത്തുള്ളൂ. അത്രയും ദൂരത്തൊരു പള്ളിയാണ്. പള്ളിയിൽ ചെന്ന് എൻ്റെ അപ്പൻ ഇങ്ങനെ കുർബാനയിൽ മുഴുകി നിൽക്കുക. ഞാൻ ആദ്യമായിട്ട് പോയൊരു കുർബാനയാണ്. എനിക്കിതൊക്കെ ആദ്യം കാണുന്ന ശീലം. ആദ്യമായിട്ടാണ് ആൾത്താര കാണുന്നത്. 4 വയസ്സായിരിക്കും, അല്ലെങ്കിൽ 3 വയസ്സ്, 4 വയസ്സാണ് എൻ്റെ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ 74 74 ആയിരിക്കും എന്തായാലും. ശരി, ഞാൻ ആ ആൾത്താര ആദ്യം കാണുന്നു, അച്ഛനെ ആദ്യം കാണുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ നോക്കുമ്പോൾ നിറച്ചും ജനങ്ങൾ. എൻ്റെ വീട്ടിലെ പോലെയല്ല, എല്ലാവരും വന്നിങ്ങനെ നിന്ന് കുർബാന കാണുകയാണ്. മറ്റേത് നമ്മൾ 5-6 പേരേ ഉള്ളൂ വീട്ടിൽ. ഇത് പള്ളി നിറച്ചും ആളുകളാണ്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ പോയി, ഏകാഗ്രത പോയി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ തുടങ്ങി. എൻ്റെ അപ്പൻ നിന്ന് ഇങ്ങനെ കുർബാന കാണുകയാണ്, കൈ കൂപ്പി പിടിച്ച് നിന്ന് കുർബാന കാണുകയാണ്, കുർബാനയിൽ പങ്കെടുക്കുകയാണ്. ഞാൻ നീങ്ങി പോയ കാര്യം എൻ്റെ അപ്പനെ കണ്ടില്ല. ഞാൻ ചെന്ന് അടുത്ത ചേട്ടനെ തോണ്ടാൻ തുടങ്ങി. ആ ചേട്ടൻ ഇങ്ങനെ നിൽക്കണം നോക്കി, താഴത്തേക്ക് നോക്കിയപ്പോൾ ഏതോ ഒരു കുട്ടി വന്ന് മാന്തണു. അപ്പോൾ ആ ചേട്ടനെ ഒന്ന് രൂക്ഷമായി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ ചേട്ടൻ അത്ര നല്ലതല്ലെന്ന് തോന്നിയിട്ട് ഞാനിത് അടുത്ത ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അടുത്ത ചേട്ടൻ്റെ അവിടെ പോയിട്ട് കാലിലിങ്ങനെ അടിക്കാൻ തുടങ്ങി. എനിക്ക് എന്താണ് ചെറുതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരെ കാൽമുട്ട് വരെയൊക്കെ നമുക്ക് അന്നത്തെ കാലത്ത് ഒരു അസ്തിത്വമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അടിക്കാനൊക്കെ തുടങ്ങി. ആ ചേട്ടൻ്റെ ശ്രദ്ധയും പോയി. ഇത് കണ്ടുകൊണ്ടൊരു ചേട്ടൻ പുറകെ നിൽക്കുകയാണ്. ആ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ചെവിക്ക് ഒറ്റപ്പെടുന്ന ഒരു കറക്കൽ. ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് പോയിരിക്കാം, അങ്ങനെ കാണിച്ചു പോയിരിക്കാം. സംസാരമില്ല, പള്ളി ആയതുകൊണ്ട് സംസാരമില്ല. നന്നായിട്ടൊന്ന് കറക്കിട്ട് പറഞ്ഞ് പോയിരിക്കാം. ഞാൻ മിണ്ടാതെ പോയി എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയിരുന്നു. ഇന്നും പള്ളി കയറുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ വരും. എന്താ, എൻ്റെ അപ്പനോ എൻ്റെ ബന്ധുക്കളോ എൻ്റെ ചേട്ടന്മാരോ അനിയന്മാരോ ആരുമല്ല, വേറെ എവിടുന്നോ വന്നു. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു ചേട്ടൻ. ആ ചേട്ടന് വേണമെങ്കിൽ ചിന്തിക്കാം, ആ പിള്ളയല്ലേ, പിള്ളയ്ക്ക് ഉച്ചി ഉറച്ചിട്ടില്ല, അതുകൊണ്ട് അത് 5 വയസ്സല്ലേ, അത് എന്തെങ്കിലും കളിച്ചോട്ടെ എന്ന് വിചാരിക്കാം. ഇല്ല, ആ ചേട്ടന് തോന്നി ഈ കുട്ടീനെ എങ്ങനെ വിട്ടാൽ ഈ കുട്ടി വഷളത്വം പരിശീലിക്കും, അല്ലേ,
കുട്ടികളുടെ ഉള്ളിൽ വഷളത്വം കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് തക്കതായ ഒരു ശാസന കൊടുക്കണം. ആ സമയത്ത് വാഗൊണ്ട് പറഞ്ഞൊന്നും മനസ്സിലായില്ല, ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ എല്ലാം മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഓരോ പ്രായത്തിനും ഒരു ലാംഗ്വേജ് ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അത്ര രൂക്ഷമായിട്ട് പിടിച്ചില്ല, ചെറുതായിട്ടൊന്ന് പിടിച്ചോളൂ. എന്നാലും ശരി, എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഈ ചെയ്യണത് ശരിയല്ലെന്നും ഇത് പ്രതീക്ഷിക്കുന്നില്ലെന്നും എന്നെ പ്രതീക്ഷിക്കുന്നത് എൻ്റെ അപ്പൻ്റെ അടുത്ത് ഒതുങ്ങിയിരിക്കുന്നതാണ് 3 കാര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ആരും ഒരക്ഷരം വേണ്ടിയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, ബൈബിൾ വായിച്ചിട്ടില്ല, വേദപാഠം പഠിച്ചിട്ടില്ല, മോറൽ തിയോളജി ഒന്നും കേട്ടിട്ടുമില്ല, എക്ലസിയോളജിയോ ലിറ്റേർജിക്കൽ ക്ലാസ്സുകളോ ഒന്നും കൂടിയിട്ടില്ല. പക്ഷേ ലിറ്റേർജി എനിക്ക് ശരിക്കും മനസ്സിലായി. അതാണ് പറയണത്. ഓരോരുത്തർക്കും അതാണ് പറഞ്ഞത് ഫ്രറ്റേണൽ കറക്ഷൻ. ഫ്രറ്റേണൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ സഹോദരന്, നമുക്കെല്ലാവർക്കും, നമ്മൾ ആബേലിൻ്റെ ഇതിൽ മരിച്ച സമയത്ത് കായനോട് ദൈവം ചോദിച്ചില്ലേ, നിൻ്റെ സഹോദരൻ എവിടെ? അപ്പോൾ കർത്താവിനോട് കായൻ എന്താ ചോദിച്ചത്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? അത് തന്നെ, ഞാൻ തന്നെയാണ് കാവൽക്കാരൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. നീ തന്നെയാണ് കാവൽക്കാരൻ, നിന്റെ സഹോദരൻ്റെ കണക്ക് തരാൻ പറഞ്ഞു. ഇതുപോലെ നമ്മളുടെ ഉപേക്ഷ വഴി എത്ര ആത്മാക്കൾ വഷളത്വം പരിശീലിച്ചിട്ടുണ്ടാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. The greatest expression of genuine love is fraternal correction. സ്നേഹം ഉണ്ടെങ്കിൽ ആ ആത്മാവിനെ സ്ഫുടം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാസിയാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. കാസിയാൻ എന്തായാലും പേര് കാസിയാൻ എന്നായിക്കോട്ടെ, ഇംഗ്ലീഷ് പേരുകളാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? നാം മറ്റുള്ളവരുടെ ബലഹീനതകളും തെറ്റുകളും കാണുമ്പോൾ നമ്മിലുള്ള വ്യർത്ഥമായ അഹങ്കാരത്തോടെ അവരുടെ നേരെ ചാടി വീഴാൻ പാടില്ല. നമ്മുടെ മിക്കവാറും ഉള്ള പരാജയം അവിടെയാണ്. നമ്മൾ തിരുത്താൻ എന്ന ഭാവേന നമ്മുടെ മുഴുവൻ ക്രോധത്തോടും കൂടി അവരുടെ മേൽ ചാടി വീഴും. അത് ദൈവസന്നിധിയിൽ നീതീകരിക്കത്തക്കതല്ല. നാം മറ്റുള്ളവരുടെ ബലഹീനതകളും തെറ്റുകളും കാണുമ്പോൾ നമ്മിലുള്ള വ്യർത്ഥമായ അഹങ്കാരത്തോടെ നാം അവരെ ശകാരിക്കാൻ പാടില്ല. മറിച്ച് നമുക്ക് സാധിക്കുന്ന വിധം, നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവർക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ഉതകുന്ന വിധത്തിൽ നാം നമ്മുടെ തന്നെയുള്ള അഭിപ്രായങ്ങളിൽ എളിമയിലായിരിക്കണം. അല്ലെങ്കിൽ നാം കുറ്റപ്പെടുത്തുന്ന അതേ തെറ്റുകളിൽ വീഴാൻ ദൈവം നമ്മെ അനുവദിക്കും. നമ്മൾ എന്ത് കാര്യത്തിനാണോ മറ്റുള്ളവരെ നമ്മൾ ശാസിക്കുന്നത്, തിരുത്തുന്നത്, നമ്മൾ അഹങ്കാരവും നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഒരു രോഷവും അഹങ്കാരവും കൊണ്ടാണ് നമ്മൾ ശാസിക്കുന്നതെങ്കിൽ, വെറുപ്പ് കൊണ്ടാണ് നമ്മൾ ശാസിക്കുന്നതെങ്കിൽ, ആ പാപത്തിൻ്റെ വേദന, ആ പാപം ഉണ്ടായി കഴിയുമ്പോൾ ആ ആത്മാവ് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നമ്മൾ കൊണ്ട് അറിയാൻ ദൈവം ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളെ തിരുത്തുമ്പോൾ ആ ആളെ ഒരു കുഴിയിൽ നിന്ന് കയറ്റാൻ എങ്ങനെ ഒരു അനുകമ്പയുള്ള ആൾ പരിശ്രമിക്കുന്നുവോ അതേ അനുകമ്പയോടെ വേണം തെറ്റിലകപ്പെട്ട ഒരാളെ നമ്മൾ ശാസിക്കാൻ എന്ന് പറഞ്ഞാൽ അവരെ വഴക്ക് പറഞ്ഞ് കണ്ണു പൊട്ടിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചെവിക്ക് പിടിച്ച ആളെ സംബന്ധിച്ച് എന്നോട് മുൻകാല വൈരാഗ്യം ഒന്നുമില്ല. അതിന് മുമ്പ് എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് എന്നോട് നിലനിൽക്കുന്ന കോപമോ ദേഷ്യമോ ഇല്ല. പക്ഷേ ഞാൻ ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒതുങ്ങിയിരിക്കുക. അതിന് പകരം മറ്റുള്ളവരുടെ പ്രാർത്ഥന ഡിസ്റ്റർബ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തു? എന്നോട് സംസാരിക്കാൻ, ചെറിയ കുട്ടികളോട് സംസാരിക്കാൻ ലാംഗ്വേജ് അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും, കർത്താവേ, ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് ശാസിക്കുമ്പം ഇദ്ദേഹത്തിന് മനസ്സിലാക്കണേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചോളൂ, എനിക്കെല്ലാം മനസ്സിലായി. അപ്പോൾ നിങ്ങളൊരാളെ ശാസിക്കുന്ന സമയത്ത് ആദ്യം ഒരു കൊന്ത ചെല്ലുക, ആദ്യം ഒരു നന്മ നിറഞ്ഞവരെയും ജപം ചെല്ലുക, പറ്റുമെങ്കിൽ 3 നന്മ നിറഞ്ഞവരെയും ജപം ചെല്ലണം. എന്നിട്ട് നിങ്ങൾ പോയി പറഞ്ഞാൽ അവിടെ സാത്താൻ്റെ തല തകരും.
വിശുദ്ധ ഡൊമിനിക് പുണ്യാളൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ 3 തവണ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിയിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ നാശത്തിന് വേണ്ടി സാത്താൻ ഒരുക്കിയിരിക്കുന്ന കെണികൾ തകരും. ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നിങ്ങൾ 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി യാത്ര പുറപ്പെടുക. നിങ്ങളുടെ യാത്രയിൽ പലതരത്തിലുള്ള കൗശലങ്ങളും സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ആ പ്രാർത്ഥനയാൽ അത് തകർന്നു പോകുന്നതാണ് പറയുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് തൊട്ട് യാത്ര പുറപ്പെട്ടവർ 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി തൃത്വസ്തുതിയും വെച്ചിട്ട് യാത്ര പുറപ്പെടുക. അനുഗ്രഹമായിക്കോളും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കോപം വന്നു, ഒരാളെ തിരുത്തണം തോന്നി, കണ്ട ശരിയല്ലെന്ന് തോന്നി, പക്ഷേ തിരുത്തണം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ധാർമ്മിക രോഷമാണ്, നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ആ അവസ്ഥ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുക. ഇയാൾ ഇങ്ങനെ പോയ അപകടത്തിലാവും. പക്ഷേ നമുക്കാണെങ്കിൽ ശരിക്കും അനുകമ്പയല്ല, ക്രോധമാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച് നന്മ നിറഞ്ഞ മറിയമേ ജപം ചൊല്ലുക. എന്നിട്ട് നമ്മുടെ കോപം മാറിയില്ലെങ്കിൽ ഒരു കൊന്ത തന്നെ ചൊല്ലിക്കോ. എന്നിട്ട് മാറിയില്ലെങ്കിൽ അന്ന് ശാസിക്കണം. പിറ്റേ ദിവസം പോയി പറഞ്ഞ് ഒരു 2-3 കൊന്ത ചൊല്ലിയിട്ട് പിറ്റേ ദിവസം പറഞ്ഞാലും മതി. നമ്മൾ ആ സമയത്ത് പൊട്ടിത്തെറിച്ചാൽ ബോംബ് പൊട്ടിത്തെറിക്കണ പോലെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് മാറിയിരിക്കുകയായിരിക്കും നല്ലത്. ഒന്ന് തണുത്തിട്ട് പോയി പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ പറയണം, പറയാതിരിക്കരുത്. അവരെ തിരുത്തണം, തിരുത്താതിരിക്കരുത്. പക്ഷേ അവരെ അനുകമ്പയോടെ ആ കുഴിയിൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടി ചെല്ലുന്ന ആളെ പോലെ അതെങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞു കൊടുക്കാൻ ചെല്ലുന്നവരെ പോലെ വേണം നമ്മൾ ചെല്ലാൻ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പൊട്ടിത്തെറിക്കുന്നതാണെങ്കിൽ ആ ആത്മാവിന് വീണ്ടും ക്ഷതമുണ്ടാവുകയുള്ളൂ. ആത്മാവിന് വീണ്ടും ക്ഷതമുണ്ടാവും. പൊട്ടിത്തെറിക്കുകയല്ല, നമ്മൾ എന്ത് ചെയ്യണം? കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ പോകുന്നവരെ പോലെ നമ്മൾ പോകേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അഗസ്തീനോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? വിശുദ്ധ അഗസ്തീനോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? തിരുത്തലിന് മുമ്പായി നമ്മുടെ സഹോദരന്മാരോട് രോഷമല്ല, അനുകമ്പയാണ് വേണ്ടത്. തിരുത്തലിന് മുമ്പ് നമ്മുടെ സഹോദരന്മാരോട് രോഷമല്ല, അവരോട് ഒരു പ്രത്യേക തരത്തിലുള്ള വെറുപ്പും വൈരാഗ്യവും അല്ല വേണ്ടത്. അവരോട് അനുകമ്പയാണ് നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കോപത്തെ കീഴ്പ്പെടുന്ന ഒരു 3 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യണം, 3 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുക അവിടെ നിന്നിട്ട്. അപ്പോൾ ഒരുവിധമൊക്കെ ശാന്തമാവും. പിശാചിൻ്റെ പല കെണികൾ അവിടെ തകരും. ഇല്ലെങ്കിൽ ഒരു കൊന്ത ചെല്ലിയിട്ട് അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് പറഞ്ഞാൽ മതി. കുറച്ച് സമയം അവിടെ ഇടുക, അപ്പോൾ തന്നെ ശാന്തമായിക്കോളും. പെട്ടെന്ന് തെറിക്കുത്തരം മുറിപ്പത്തലെന്ന പോലെ അപ്പം തന്നെ പറയാൻ നിൽക്കുന്നത് ചിലപ്പോൾ ഗുണത്തിന് പകരം ദോഷമാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, കോപത്തെ കീഴ്പ്പെടുത്താൻ ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാവുന്നത്, ഈ കോപത്തിന് എതിരായ വചനങ്ങൾ ഉറക്കെ പറയുക. ഒരു 3 വചനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആ വചനങ്ങൾ നിങ്ങൾ ഉറക്കെ പറയുക. ഒന്നാമത്തെ വചനം ഇതാണ്, യാക്കോബ് 1:20. അത് നിങ്ങൾ ഉറക്കെ പറഞ്ഞു നോക്കിയേ, വലിയ അനുഗ്രഹമായിക്കോളും. എന്താ ആ വചനം പറയണത്? യാക്കോബ് 1:20. അവിടെ പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ വചനം നമ്മളവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? കോപത്തെക്കുറിച്ച്, കോപത്തിൻ്റെ വേദനയിൽ ഞെരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ വചനം എങ്ങനെയാണ്? പ്രഭാഷകൻ 1:22. പ്രഭാഷകൻ 1:22. അനീതിയായ കോപത്തിന് നീതീകരണമില്ല, കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. മൂന്നാമതൊരു വചനം ഇതാണ്, യോന 4:4. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? ഈ ഒരു 3 വചനമെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കുക. എന്നിട്ട് അത് ഉച്ചത്തിൽ പറയണം. കാരണം എന്താ? അനേകം വിശുദ്ധാത്മാക്കൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങൾ താഴെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉചിതമായ വചനങ്ങൾ ഉച്ചത്തിൽ പറയുന്നതിനും അല്ലെങ്കിൽ മനസ്സിൽ ആവർത്തിക്കുന്നതിനും അത്ഭുതകരമായ ശക്തിയുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. കോപത്തെ കീഴ്പ്പെടുത്താൻ എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങൾ, ഉചിതമായ വചനങ്ങൾ ഉച്ചത്തിൽ പറയുന്നതിനും അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയാൻ പറ്റാത്തതാണെങ്കിൽ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനും അത്ഭുതകരമായ ശക്തിയുണ്ട്. പുണ്യ അഭ്യസനത്തിനായി യത്നിക്കുന്ന ഒരാൾക്ക് ഇവ രണ്ടിലൂടെയും ലഭിക്കുന്ന ശക്തി അത്ഭുതാവഹമാണ്. അതുകൊണ്ട് നിങ്ങൾ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന പുണ്യത്തെക്കുറിച്ചുള്ള വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടുപിടിക്കുക.
അതിനുശേഷമോ അവ എപ്പോഴും ഉപയോഗിക്കാൻ തക്കവിധം മനഃപ്പാഠമാക്കുക. സാധിക്കുമ്പോഴെല്ലാം അവ മാനസികമായി മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. വിശിഷ്യ പുണ്യത്തിനെതിരായ ആസക്തികൾ നിങ്ങളിൽ പ്രബലപ്പെട്ട് തുടങ്ങുമ്പോൾ ഈ വചനങ്ങൾ ഉറക്കെ പറയണം. ഇപ്പം ഭക്ഷണാസക്തി ഉള്ള ഒരാളാണെങ്കിൽ ഭക്ഷണാസക്തിക്ക് എതിരായ വചനം ഉണ്ടാവും. ആ വചനം മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. കോപമുള്ള ആൾ കോപത്തിനെതിരായ വചനം ഉണ്ടാവും. അത് 2 3 എണ്ണം കാണാതെ പഠിച്ചിട്ട് അത് മനസ്സിൽ, ആ കോപം വരുമ്പോൾ അത് മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അഹങ്കാരമുള്ള ഒരു അഹങ്കാരത്തിനെതിരായ വചനമുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് അത് മനഃപ്പാടമാക്കി 2 3 വചനങ്ങൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി ഉറക്കെ പറയാൻ അവസരമുള്ള സ്ഥലത്താണെങ്കിൽ അത് ഉറക്കെ പറയണം. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പിശാച് ഒഴിഞ്ഞു പോകും, അന്തരീക്ഷം മൊത്തം മാറും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും വേഗം ഒന്ന് എഴുന്നേറ്റ് തന്നെ. നമ്മൾ ഒരു 5 മിനിറ്റ് അധികം എടുത്താലും ഭയപ്പെടാനില്ല, പേടിക്കണ്ട. കൃത്യം 9:30 തന്നെ ശുശ്രൂഷ തീരും. ആരാധന ഒരു 5 മിനിറ്റ് താമസിച്ചിട്ടാണ്, സ്തോത്രകാഴ്ചയ്ക്ക് എടുത്തിട്ടാണ് ആരാധന തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്തോത്രകാഴ്ച എടുക്കുന്നത് അറിയിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നോ. എഴുന്നേൽക്കുമ്പോൾ സ്തോത്രകാഴ്ച എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടി എഴുന്നേറ്റ് നിന്നോ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കോപം അത് ദൈവത്തിൻ്റെ നീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല, അതൊട്ടും നന്നല്ല. പക്ഷേ തെറ്റ് തിരുത്തണം, ശാസിക്കണം, അതിലൊട്ടും വിട്ടുവീഴ്ചയില്ല. ഇത് ഹെൽത്തി ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതിനെക്കുറിച്ചുള്ള 2 വഴികളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ആ സമയത്ത് നന്മ നിറഞ്ഞ മറിയമേ ജപം ചൊല്ലുക. 2, വചനം. അതിന് നമ്മൾ ഏത് പുണ്യമാണോ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനോട് ചേർന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. ആ വചനം മനസ്സിൽ ആവർത്തിക്കാൻ തക്ക വിധം 2 3 വചനങ്ങൾ കാണാതെ പഠിക്കുക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാം. ക്ഷീണമുള്ളവർ സാരമില്ല, പ്രാർത്ഥിക്കാം. എനിക്ക് ഈ പൂങ്കാവിലുള്ള ദൈവമക്കളോട് വളരെ വലിയൊരു കൃപ കർത്താവ് കാണിക്കാൻ പോകുന്നതായി തോന്നുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, ഞങ്ങളുടെ ആത്മനാശത്തിലേക്ക് പോകുന്ന അഹങ്കാരവും അനീതിയായ കോപവും എടുത്തു മാറ്റണം. അതുപോലെ ഉപേക്ഷ എന്ന പാപം, കൺമുമ്പിൽ പാപം അരങ്ങേറുമ്പോൾ, കൺമുമ്പിൽ തിന്മ അരങ്ങേറുമ്പോൾ കണ്ണടയ്ക്കുന്ന പ്രകൃതം മാറ്റണം. സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ കുഴിയിൽ നിന്ന് അവരെ പിടിച്ചു കയറ്റുന്ന അതേ സ്നേഹത്തോടെ, അതേ ഒരു അനുഭവത്തോടെ അവരോട് കൂടെ നിന്ന് അവരെ സഹായിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ സഹായിക്കണം.